ഞാൻ വലതുകാൽ വെച്ച അപ്പയുടെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ആയിട്ടുള്ള ഈ ഭവനത്തിലേക്ക് വന്ന് കേറിയെത്താൻ രണ്ട് വ്യക്തികള് വിവാഹത്തിലൂടെ കൂടിച്ചേർക്കപ്പെട്ട ഈ ദിവസം ദൈവം തന്ന ദാനമല്ലേ. അമ്മ ഇത് എന്നോട് പറഞ്ഞാൽ ഞാനിന്ന് ഫുഡൊന്നും കരുതൂലായിരുന്നല്ലോ ഇവിടെ. ഇതാണ് ആ സാധനം. എന്നാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വലിയ പാക്കറ്റ് അമ്മയ്ക്ക് കൊടുത്തു. ഏതായാലും പൊട്ടിക്കുമ്പോ അറിയാം ആരുടെയാണ് ഉള്ളതെന്ന്. അല്ല അവസാനം ഞാൻ വല്ല ബ്ലൗസോ സാരിയോ വല്ലാണ് ഞാൻ കൊടുക്കേണ്ടി വരില്ല. ഞാൻ നടുക്ക് നിൽക്കാം. തുടങ്ങിക്കോ, അവകാശം സ്ഥാപിച്ചോ, തുടങ്ങിക്കോ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അപ്പൊ അതൊന്നും പോലെ അടുത്തേക്ക് വാ. ഇന്ന് മെയ് 29 ഞാൻ വലതുകാൽ വെച്ച അപ്പയുടെയും അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ആയിട്ടുള്ള ഈ ഭവനത്തിലേക്ക് വന്ന് കേറിയ ദിവസമാണ്. അപ്പൊ അതിന്റെ എല്ലാ വർഷവും ഞങ്ങള് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മധുരം കഴിച്ച് അത് ഓർക്കാറുണ്ട്. ചില ദിവസം പായസമൊക്കെ ചില വർഷങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇവളിപ്പോ ജോലി കിട്ടിയതിന് ശേഷം മധുരം കഴിക്കുക ഞങ്ങളല്ല മധുരം കഴിക്കണം, അല്ല ഞങ്ങളല്ല വാങ്ങിക്കണത്. ഇവളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു കേക്കായിട്ട് തന്നെ കൊണ്ടുവന്നത് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിക്കാറുണ്ട്. കൂടാതെ വേറെ പല ഐറ്റംസ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഗിഫ്റ്റ് എന്നാന്നൊന്നും അറിയില്ല. ഫോർട്ടീസിന്റെ ഒരു വലിയ ഷോപ്പറുമായിട്ടാണ് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ വന്നത്. പിന്നെ കേക്കിന്റെ കിറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കാറിലാണ് എല്ലാ സംഗതികളുമായിട്ട് എത്തിയത്. പിന്നെ വേറെ എന്തൊക്കെയോ കവറുകളുണ്ട്, എനിക്ക് എന്നാന്നൊന്നും അറിയില്ല. അതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കിയ ആള് നേരത്തെ ഞങ്ങൾ പറയാറുണ്ട്, ഓഫീസിലെ ഇവളുടെ ഒരു കൊളീക്കാണ്, പേര് ഫെബി. അപ്പൊ പുള്ളിക്കാരിക്ക് പ്രത്യേക ഒരു നന്ദി പറയുവാണ്. പൈനാപ്പിൾ കേക്കാണ് ഇത്തവണ ചെയ്തത്. ഞാൻ കൊണ്ടുവന്നപ്പോ ഇച്ചിരി ഒന്ന് ചെരിഞ്ഞുകൂടാ, കാരണം മഴയുള്ള ഒരു ദിവസമായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. നല്ല മഴയായിരുന്നു. അപ്പൊ കൊണ്ടുവന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കേക്ക് വളരെ നല്ലതാണ്. കേക്ക് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഓർഡർ അനുസരിച്ചൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട് കേട്ടോ. ഓർഡർ അനുസരിച്ച് കുറച്ചൊക്കെ പുറത്തേക്ക് ചെയ്യുന്നു. അപ്പൊ ഇന്നേ ദിവസം അപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? സന്തോഷകരമായ ഒരു ദിവസമാണ്. രണ്ട് വ്യക്തികള് വിവാഹത്തിലൂടെ കൂടിച്ചേർക്കപ്പെട്ട ഈ ദിവസം. അതിൻ്റെ എല്ലാ വർഷവുമുള്ള വാർഷിക ആഘോഷം മിതമായ തോതിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസമാണ് ഇത് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വർഷം നീണ്ട ഈ ഒരു വർഷം ദൈവാനുഗ്രഹത്തിലൂടെ കൂടിച്ചേരാനും ജീവിക്കാനും കഴിഞ്ഞതിൽ പ്രത്യേകമായ നന്ദി ദൈവത്തോട് അറിയിക്കുന്നു. നമ്മുടെ ബന്ധുക്കൾ അതെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങളുടെ വിവാഹത്തിൽ. അപ്പോൾ അവർക്കും ആ ഒരു സന്തോഷം പങ്കിടാൻ ഉള്ള ഒരവസരമാണിത്. തുടർന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിലും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ഈ മുറിക്കാം, ഓപ്പൺ ചെയ്യാം. രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്യാം. തുറന്നാൽ ശരിയല്ല, അല്ല രണ്ടുപേരും ചേർന്ന് തുറന്നു ചുമ്മാ മുറിയാ മതി. പിടിച്ചോ. വളരെ മനോഹരമായിട്ടൊരു പാക്കിംഗ്, വെരി ബ്യൂട്ടിഫുൾ കേക്ക്. രണ്ടുപേരും ചേർന്ന് മുറിക്കണം. ഹാപ്പി ആനിവേഴ്സറി അപ്പ ആൻഡ് അമ്മ. അപ്പൊ അത് കത്തി പിടിക്കാൻ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ? അവിടെ നിന്ന് എടുക്കാം. പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ? അമ്മയ്ക്കൊരു ചെറിയ നാണം, ഒരു സഭാകമ്പം. എനിക്ക് കേക്കിനെ നോക്കി ഇച്ചിരി വലുതാക്ക. അപ്പൊ കുഞ്ഞു പീസാക്കി കഴിയില്ല, വലിയ പീസ് തന്നെ വേണം. ഞങ്ങള് കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. കേക്ക് നോവാതെ എടുക്കണത്. ഹാപ്പി ആനിവേഴ്സറി. ഇനിയും ഒരു 100 വർഷം. വേണ്ട, 100 വേണ്ടേ? വേണ്ട.
ദൈവം നിശ്ചയം പോലെയല്ലേ എല്ലാം നടക്കും. അതെ 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 അതെ. അപ്പൊ അതിന് ദൈവം ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അത് പോരാ, അത്രയൊന്നും ചെറുതാക്കിയ പോരാ, ഇച്ചിരി വലുത് വേണം. അപ്പക്ക് ഈ മധുര ആയതുകൊണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സുദിനത്തിൽ ചിന്തിച്ചിരുന്നോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഇങ്ങനെ നിന്ന് കേക്ക് മുറിക്കുമെന്ന്? ഇല്ല, ദൈവം ഇതിനെ ഇടവരുത്തി. അതെ. പിന്നെ നീ അത് അവസരോചിതമായിട്ട് ഒക്കേഷനിൽ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന ഇതിനൊക്കെ വേദി ഒരുക്കിയത് കൊണ്ട് ഇതൊക്കെ നടക്കണം. ഇല്ലെങ്കിലും ഞങ്ങൾ ചെറു മധുരങ്ങൾ എപ്പോഴും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ നീ ഇപ്പൊ ജോലിയൊക്കെ ആയപ്പോൾ നീ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരാറുണ്ട്. പിന്നെ ദൈവം അപ്പൊ പറഞ്ഞ പോലെ മുന്നോട്ട് നടത്താൻ ഇടവരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിഞ്ഞ അപ്പൊ എടുത്തോ. എനിക്ക് ചെറുത് മതി, അത് തിന്നാൻ പറ്റില്ല, ബേബി വഴക്കുറയും. ക്രീം നല്ലതാ, നല്ല ക്രീമാ. മധുരം കൂടുതലായതുകൊണ്ടാണോ? അതെ. ഞാൻ ക്യാമറയിലുണ്ടോ? ദൈവം തന്ന ദാനമല്ലേ. ഞാനാണോ ദാനം? ദൈവം തന്നതാണ്. പൈനാപ്പിൾ പീസ് അകത്തോടെ ഇട്ടിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറിജിനൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതെ കേട്ടോ, നല്ല കേക്കാട്ടോ. ടേസ്റ്റിയാണ്, നല്ല ഹൃദയമാണ്. പ്രത്യേകിച്ച് ആ പൈനാപ്പിളിന്റെ ഒരു ചെറിയ പുളിരസവും കൂടി ഉള്ളതുകൊണ്ടാണ് വളരെ ആസ്വാദികരമാണ്. ബട്ടർസ്കോച്ച് പോലെ തന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഹെവിയുടെ ഏരിയ അതെ, സൂപ്പർ കേക്കാണ്. കേക്കും ബിസ്ക്കറ്റും. പക്ഷെ പൈനാപ്പിൾ എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ പീസസ് അതിന്റെ ഉള്ളിലുള്ളോണ്ടേ ഒരു പ്രത്യേക ചുരുട്ടാണ്. കടിച്ചു നോക്കിക്കും എന്താന്ന് എനിക്കറിയില്ല. ഇതിന് ഒരുപാട് മധുരയില്ല. അതെ അതെ. ചോദിച്ചാരെ പുള്ളിക്കാരിയോട്. ഞങ്ങൾക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ, ഫെബി എന്താന്നുള്ളത്. പക്ഷെ കേക്ക് എന്തായാലും ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്കറിയായിരുന്നു പുള്ളിക്കാരിയുടെ നല്ലതായിരുന്നു. ലെറ്റർ ഞാനെടുത്ത് വായിൽ വെച്ചതാ. ആഹാ, ലെറ്റർ മറ്റേ അമ്മ എഴുതേ പോലെ. ഹാപ്പി ആനിവേഴ്സറി പുള്ളിക്കാരി എഴുതിയിട്ടുണ്ട്. അതെ അതെ, സൂപ്പർ, നല്ല കേക്കാ. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഇനി ഓരോന്നായിട്ട് എടുക്കാം. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ചെറിയൊരു ഭയമുണ്ട്, ഞെട്ടൽ. അതെ 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 അതെ. ഈ സാധാരണ ഇല്ലേ, ഇതിപ്പോ ഇങ്ങനെ ചെയ്ത് തന്നെ കൊണ്ട് ഒറിജിനൽ സാധനം ഇട്ടേക്കണ. സാധാരണ നമ്മള് ബേക്കറിയിലൊക്കെ പറയുമ്പോ ഉള്ളില് പൈനാപ്പിൾ പീസ് അങ്ങനെ കിട്ടാറില്ല സാധാരണ. പീസുകളാണ്. ഇതിന്റെ അകത്ത് ഒരുപാട് പറഞ്ഞു ഇട്ടിട്ടുണ്ടെന്ന്. നല്ല കേക്കാ, വളരെ നന്നായിരിക്കും. അതെ 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 അതെ. അപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം. പൈനാപ്പിളിനുള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ഒരു പുളിരസം ഉണ്ട്. പുളിരസം ഉള്ളത് കൊണ്ട് ആ മട്ടിപ്പ് ഒരുപാട് അങ്ങ് ഒഴിവാകും. ആദ്യം മറ്റേ ഇതെടുക്കാല്ലേ എന്നാ വേഗം കഴിയുവാ. ഏജൊക്കെ ജസ്റ്റ് ഒരു നമ്പർ മാത്രം. നല്ല രുചി കേട്ടോ. ഇതെന്താന്ന് കണ്ടോ അമ്മ? ഇത് എന്നോട് പറഞ്ഞാൽ ഞാനിന്ന് ഫുഡൊന്നും കരുതൂലായിരുന്നല്ലോ ഇവിടെ. ഇത് സൈഡ് ഡിഷ് ആയിരിക്കും അല്ലേ? സാരിടാൻ ചമ്മന്തി ഒന്നും. ഇത് എവിടത്തെയാണല്ലോ, കാലിക്കട്ടാണോ? അല്ല, സർക്കാരി അപ്പേ പലരും. ഓ, ബിരിയാണി രണ്ടെണ്ണം മേടിച്ചോളൂ. കാരണം ഒരെണ്ണം നമുക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ. ഞാനും അധികം കഴിക്കില്ല, അമ്മയും അധികം കഴിക്കില്ല. ആ, ചിക്കനാ. അവിടെ മട്ടൻ ഇല്ലായിരുന്നു, ചിക്കനേ ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു.
അപ്പൊ 2 പാഴ്സല്. അതെ. ഇനി എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഈ ബില്ല് കിടപ്പുണ്ടല്ലോ. ഓ ആ അത് ഞാൻ ആ തിരക്കിനിടയിൽ അതൊന്നും നോക്കില്ല. അപ്പൊ നമുക്കിനി അടുത്തതെടുക്കാം. ഇനി അതാണ് ഒരു പേടിപ്പെടുത്തുന്ന ഇതാണ് ആ സാധനം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ട. മാറ്റാം. കണ്ടിട്ട് പേടിയാണല്ലോ. ഇതാണ് ആ സാധനം. എന്നതാ പോയി എന്താന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്ന് മനസ്സിലായി. രസായിരിക്കും. ആലയം ഓഫ് ടെക്സ്റ്റൈൽസ്. ആലയം. ഓ ഒരെണ്ണം ഇച്ചിരി ചെറുതാന്ന് മാറ്റിക്കോ. അല്ല ഉറയൂടി ഇത് ഏതാണ് ആരുടെയെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനെ അല്ല എനിക്കറിയില്ല, ഞാൻ മറന്നുപോയത് ഏതാണ്. നേരത്തെ മേടിച്ചു വെച്ചോ? ചെറുതേതായാലും ഞാൻ എടുത്തേക്കാം. വേണ്ട, അപ്പയ്ക്ക് വലുതിരുന്നോട്ടെ. വലിയ പാക്കറ്റ് അമ്മയ്ക്ക് കൊടുത്തു. ഏതായാലും പൊട്ടിക്കുമ്പോ അറിയാം ആരുടെ ആണ് ഉള്ളതെന്ന്. അല്ല അവസാനം ഞാൻ വല്ല ബ്ലൗസോ സാരിയോ എല്ലാം ഞാൻ കൊടുക്കേണ്ടി വരില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടും. എന്റെ ഷർട്ട് അമ്മ ഇടേണ്ടിയും വരും. ഞാനേതായാലും ഷർട്ട് ഇടൂല. ഞാൻ എടുക്കണം. ഇപ്പൊ ഷർട്ടിന്റെ മുണ്ടും ഷർട്ടിന്റെ പാക്കറ്റ് ആണെങ്കിൽ ഞാനങ്ങ് ഏൽപ്പിക്കും. എന്റെ പാക്കറ്റ് ഞാനിടാം. ഓക്കെ. അപ്പൊ പൊട്ടിച്ചു നോക്കി. പ്രത്യേകം താങ്ക്സ് ഒന്നും നമ്മളോട് പറയണില്ല. എന്റെ ആവശ്യമില്ലല്ലോ. ഞാനത് മറന്നു ആരുടെ എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എല്ലാം അവര് റാപ്പ് ചെയ്തിരുന്ന. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് കീറാതെ കറക്റ്റ് രീതിയിൽ മാത്രമേ തുറക്കുള്ളൂ കേട്ടോ. നമ്മളെ ഈ പേപ്പറിനൊക്കെ സൂക്ഷിക്കാറുണ്ട്. അതെ അതെ അതെ. ഈ പ്രസന്റേഷൻ റാപ്പർ നമ്മൾ ഒറ്റ തവണ പൊതിഞ്ഞിട്ടേ പിന്നെ നമുക്കത് കീറാൻ തോന്നൂല ശരിക്കും. കാരണം അത് പൊതിഞ്ഞു, അതിന്റെ പർപ്പസ് കഴിഞ്ഞു അതോടെ. പക്ഷെ എന്നാലും നമുക്കത് അതെ 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 അതെ. ആ അതുപോലെ തന്നെയുള്ള പാക്കിങ്. ആ അത് അപ്പയുടെ തന്നെയാന്ന് തോന്നുന്നു. ആണ്. അത് വേറെയാ, അത് നോക്കണ്ട. പെട്ടി അതിന്റെ അല്ല. പോലെ ഇങ്ങ വാ. എന്നാ അമ്മയും കൂടെ വരുന്നിട്ട് തുറന്നാ മതി. മാറ്റേണ്ടി വന്നെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ടാഗ് ഒന്നും കളഞ്ഞിട്ടില്ല. എല്ലാം ഇനിയിപ്പോ ആ കളർ ഉണ്ടെങ്കിൽ അത് മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സൈസും വേണമെങ്കിൽ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ആ അത് വേറൊരു ബ്ലൂ അല്ലേ? പക്ഷെ ഈ ബ്ലൂ നല്ല ഭംഗിയില്ലേ? ആ ഇത് മാറ്റണോ ഇനി? ഞാൻ ഓർത്ത് മാറ്റണോന്ന് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. നല്ലതാ. കൈയുടെ അവിടെ നോക്കട്ടെ കേട്ടോ. കൈയുടെ അവിടെ ഒന്നും പ്രശ്നമില്ല. അവിടെ 48 സൈസ് വരെ ഉണ്ട്. 48 വരെ ഉണ്ട്. അത് വാൻ ഹുസൈൻ ആയിരുന്നു. പക്ഷെ ബ്ലൂ ആണോന്ന് ഞാൻ ഓർക്കണില്ല. അപ്പക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ബ്ലൂ കുഴപ്പമില്ല അല്ലേ? അപ്പൊ മാറ്റണ്ട അല്ലേ? ആ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് പക്ഷെ ഇടാറില്ലാന്ന് തോന്നുന്നല്ലേ? വെച്ച് നോക്കി. ആ രണ്ടും ഒരെണ്ണത്തിൽ ഒരു ഇച്ചിരി ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നതാണ് അല്ലേ? വേറെ ഡാർക്ക് ബ്ലൂ ഉണ്ട്, ഒരു ലാവൻഡർ ഉണ്ട്, പിന്നെ വൈറ്റിൽ കള്ളി കള്ളി പോലെയുള്ളതുണ്ട്. 48 വരെ ഉണ്ട് ചിലതിൻ്റെ. എല്ലാത്തിൻ്റെയും 48 ഇല്ല, പക്ഷെ പലതും 48 വരെ ഉള്ളതുണ്ട്. ആ അത് മാറ്റിക്കോ, കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ. ആ ഇനി അമ്മയുടെ ആണ്. അമ്മയുടെ പൊട്ടിക്കണേന് വരെ അമ്മ ഓടുക. അപ്പ അങ്ങ് പൊട്ടിച്ചോന്നാ. ആ അമ്മ അറിയോ എക്സൈറ്റഡ്? ഇല്ല ഇല്ല കൂടുതലില്ല.
ഇത് വെള്ളം ഇതാണ്. ഓ നല്ല കളറാ. ഇഷ്ടപ്പെട്ടോ? ഇല്ലാത്ത കളറാ. ഫ്ലോറൽ പ്രിന്റാ. പൂക്കളാ. വൈറ്റ് ബ്ലൗസ് ആഹാ വൈറ്റ് ബ്ലൗസാ നല്ലത്. ക്യാമറ. അല്ലേ? ബ്ലൂ ആയ അതാ നല്ലത്. അല്ല അതാ അപ്പ പറഞ്ഞതാ കറക്റ്റ്. അപ്പ പറഞ്ഞത് കറക്റ്റാ. ബ്ലൂ ആയാൽ കുഴപ്പമില്ലാത്തത് പ്യൂർ വൈറ്റ് ആയിട്ടുള്ളത്. ബ്ലൂ അല്ല കേട്ടോ, ഇത് പർപ്പിൾ. വൈറ്റ് ആണെങ്കിൽ എനിക്ക് ഇച്ചിരി നിറം തോന്നിക്കും. നല്ലതാ, എങ്ങനെ വേണേലും ചെയ്യാം. നല്ല കളറാ. നിറത്തിന് തന്നെ കുറവ്. നിറത്തിന് കുറവുണ്ട്. എപ്പോഴും പാലപ്പത്തിന് പക്ഷെ ഇത് നിറം ഒന്ന് വെച്ച് കാണിച്ചേ. ചുമ്മാ അത് മേത്ത് വെച്ചാ മതി. വേർതിരിച്ച് വേണോ? അതൊന്നും സാരമില്ല, ചുമ്മാ മേത്ത്. ആഹാ നല്ല ബ്രൈറ്റ്നെസ് മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലേ? മുഖത്ത് ട്യൂബ്ലൈറ്റ് ഫിറ്റ് എങ്ങനെ വെക്കാം? ആഹാ കലക്കൻ. അമ്മ കൊറേ നാളായില്ലേ പറയണു ഒരു ഫ്ലോറൽ വേണോന്ന്. പച്ച ഫ്ലോറില് നിറമൊക്കെ മങ്ങി ഇത് ഫ്ലോറലാ. ഞാൻ ചോദിക്കട്ടെടി, ഇങ്ങനെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്? ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. 500-600 റേഞ്ചിന്റെ ഉണ്ട്. അത് ഇച്ചിരി കട്ടി കുറവാ. അപ്പൊ 1000-ന്റെ കുറേ ഉണ്ട്. ഇതൊക്കെ ആ റേഞ്ചിൽ പെടുന്നതാ. പിന്നെ 1000 എബവ് ഇഷ്ടം പോലെ ഉണ്ട്. 1000 എബവ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് സെലക്ഷൻ ഉണ്ട് അവിടെ. ഇത് മറ്റേ നെക്കോട്ട. മനസ്സിലായി മനസ്സിലായി. നല്ലതാട്ടോ, നല്ല കളർ. ഞാൻ നോക്കിയപ്പോ 600-ന്റെ ഇച്ചിരി കട്ടി കുറവാ. അപ്പൊ ഞാൻ വിചാരിച്ചു സാരി ഉടുക്കണ ആളല്ലെങ്കിലും നീ മേടിക്കണ സാരി മമ്മി പറഞ്ഞ പോലെ എപ്പ സാരി മേടിച്ചാലും നല്ല സാരികളാണ്. കോമ്പിനേഷൻ പ്രത്യേകിച്ച്. നാളെ പ്രയർ മീറ്റിംഗിന് വന്നപ്പോ മമ്മി പറഞ്ഞില്ല പിങ്ക് കണ്ടോ ലിനൻ കോട്ട. നമ്മൾ സാരി കൊടുക്കൂലെങ്കിലും മേടിക്കുന്ന കളറുകളും സാരി ഇതെങ്ങനെയുണ്ട്? നല്ലതാ. 995. ഇത് ഒരുപാട് മോഡൽ അവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നീയിപ്പ ഇല്ലേ സാരികൾ ഉടനെ വേണ്ട. ആ വില കൂടിയ സാരി ഇതുപോലെ. പിന്നെ ഇതാ, പിന്നെ ഇഷ്ടം പോലെ പിങ്ക് സാരി അങ്ങനെ വേണ്ടത് പിന്നെ ഞാൻ മേടിച്ചു കൂട്ടിയിരുന്നത്. ഇത്തവണത്തെ ഗിഫ്റ്റ് പാകാട്ടോ, അതിനെ പറ്റില്ല. ഇല്ല. അപ്പഴേ ഷർട്ടും വളരെ നല്ലതാ. ഷർട്ടും അങ്ങോട്ട് വെച്ചോ ഞാൻ. എവിടെ ഉണ്ടെന്നോ നോക്കട്ടെ. നല്ല സാരിയാ, നല്ല കളറാ. അത് നല്ല റിച്ച് ആട്ടോ. ഇതാ നല്ല ഷർട്ടാ, നല്ല കളറാ. അങ്ങനെ വേണം. പിടിച്ചോ. നല്ല കളർഫുൾ സാരി. അമ്മ പൂമ്പാറ്റെ പോലെ ഇരിക്കും ഇത് ഉടുത്തു കഴിഞ്ഞാ. ഇതിട്ടാ അത് വെക്കാൻ നല്ലതാ. ഒരു ഹക്കോബ വൈറ്റം അടിപൊളി. ഇത് പണ്ട് നീയേ രാംരാജിന്നാന്ന് കൈകൊണ്ട് നീതാന്നും പറഞ്ഞ അന്ന് ഞാനൊരു കാര്യം ഓർക്കണ്ട. ഇത് കൊണ്ടുവന്നപ്പോ അപ്പ ചോദിച്ചു ഈ വിലയുള്ള മുണ്ടുകൾ ഇങ്ങനെ മേടിക്കണ എന്തിനാണ്? അപ്പൊ നീ പറഞ്ഞു വിലയുള്ളത് അങ്ങ് ഉടുക്കണം, അതിനാന്ന് പറഞ്ഞത്. അപ്പൊ അതിന് പറ്റിയ ഷർട്ട് കിട്ടിയല്ലോ. അടിപൊളി. ഓക്കെ കണ്ടോ ഇതിന്റെ മെറ്റീരിയലിന്റെ ആ ഒരു എലഗൻസ് കണ്ടോ? ഭയങ്കര റിച്ച് ലുക്ക്. അതെ. പക്ഷെ വില കൂടിയ ഷർട്ടുകളുടെ ആ ഒരു ഗ്ലേസിങ്ങും ആ ഒരു ഭംഗിയും ഒരു പ്രത്യേകത തന്നെയാട്ടോ. ഐ റിയലി ലവ് ഇറ്റ്. ബ്രാൻഡ് ആവുമ്പോ അത് കറക്റ്റ് ആയിരിക്കും. അതെ. രണ്ടും നല്ലതാ, രണ്ടും നല്ല ഷർട്ടാ. ആ ബ്ലൂ നല്ലതാ, അത് ഇട്ടാലും വൃത്തിയുണ്ട്. ഓക്കെ, ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സന്തോഷകരമായി അവസാനിച്ചിരിക്കുകയാണ്. അവസാനിച്ചില്ല, ബിരിയാണിയോട് കൂടി അവസാനിച്ചു. അതെ, ഇനി നമുക്ക് ബിരിയാണി കഴിക്കാൻ പോവാം അല്ലേ? അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. മെയ് 29. അപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മള് ഒത്തിരി നാളായി പറഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പൊ നല്ല ഒരു ദിവസം അതെ എല്ലാവർക്കും ആശംസിക്കുന്നു. ഞങ്ങൾ ലളിതമായ ആഘോഷം കേട്ടോ. ഓക്കെ, ബൈ. നീ കഴിക്കാൻ പോവാ. അപ്പോഴും ഷർട്ട് കവറിൽ നിന്ന് മാറ്റിക്കൊണ്ട. അമ്മ നോക്കി എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടോ? ഞാൻ എല്ലാം ചെയ്യാൻ പോണെന്ന് അറിയാമോ? ഇത്
ഇതൊന്ന് കഴുകാൻ വെറുതെ ആ ആ വെള്ളത്തില് ഇല്ലാതെ സോപ്പില്ലാതെ എന്നിട്ട് കഴുകിച്ച് തേക്കാം. അപ്പൊ കൈയുടെ ചുളിവ് പോകും. ആ എന്നിട്ട് തെപ്പിച്ചാൽ മതി. അതെ 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 വേണ്ടത് കറക്റ്റ് ഫിറ്റാ. അപ്പക്ക് ഇഷ്ടപ്പെട്ടോ? മാറ്റണ്ടല്ലോ. കുളിച്ച് കഴിഞ്ഞ് വേർപ്പ് പോയി കഴിഞ്ഞപ്പോ ഇട്ട് നോക്കിയതാ. ഓക്കെ, കറക്റ്റാ. എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ പറഞ്ഞ പർപ്പിൾ കളർ ഇടൂല. പർപ്പിൾ ആണ് അതിന് ചേർച്ച. പർപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഇരുണ്ട് കാക്കട പോലെ ഇരിക്കും. ആ വൈറ്റ് ഹക്കോവയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് മൂളയുണ്ട്. അപ്പൊ കേക്ക് കട്ടിങ് ആൻഡ് അറേഞ്ച്മെന്റ് ഇൻ ടിൻ അത് അപ്പയുടെ മാത്രം ജോലിയാണ്. കാരണം അപ്പയ്ക്ക് അത് നന്നായിട്ട് കട്ട് ചെയ്യുകയും ക്രീം കേക്കൊക്കെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അപ്പം അത് നന്നായിട്ട് ചെയ്യുകയും ഇതുപോലെ ടിന്നുകളിൽ കുത്തി നിർത്തുകയും ചെയ്യും. അപ്പം നമ്മൾ ചൂടാക്കാൻ വെക്കുവാണ്. അതെ, ഞാൻ ഇച്ചിരി സാലഡ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതേ. ആഹാ, ഈ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിനകത്തുണ്ട് സാലഡ് കേട്ടോ. ഇല്ല ഇല്ലേ? അപ്പൊ ആ ചെറിയ പാത്രത്തിലല്ല, അതിനകത്ത് ചമ്മന്തി പിക്കളാന്ന് എന്നോട് ധാരാളം മതി കേട്ടോ. ഞങ്ങൾക്ക് 2 മതി, അതുകൊണ്ടാണ് 2 മേടിച്ചത്. 2 തന്നെ മേടിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി അധികം വരും. അതെ 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 അതെ. ഞങ്ങൾ 2 ഇച്ചിരി കഴിക്കാറുള്ളൂ. പിന്നെ അപ്പയും വൈകിട്ടായതുകൊണ്ട് അറിയില്ല, അതങ്ങ് കഴിക്കാൻ പറയാതെ. ഇത് അവരുടെ പിക്കിള് നല്ലതാട്ടോ. ആണോ? ആ, അതെടുത്തോ, നല്ല പിക്കിളായിരിക്കും അവരുടെ. ആ, ഇതും നല്ലതാ അവരുടെ. പുതിന ചമ്മന്തി അത് ഒന്ന് തോന്നാം. അതെ, പുതിന ചൂടായോ? ചൂടായി. ആവി പറക്കണ ചൂടോടുകൂടി തന്നെ അപ്പയ്ക്ക് കൊടുക്കാം. സാലഡ് വേറെ പ്ലേറ്റിലെടുക്കാം, ചമ്മന്തി ഇത് അരികിലിടാം. അവിടെ ലൈറ്റിട്ടോ, അവിടെ പോയി ലൈറ്റിട്ടോ. ചമ്മന്തി പിക്കിളും അരികിലിടാം. നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായി, ശരിക്കും ചൂടായി. ഒരു പ്ലേറ്റ് അത്യാവശ്യം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത്രയുണ്ട്. ഇത് 2 പേർക്ക് കഴിക്കാൻ കറക്റ്റാണ്. ശരിക്കും കുറച്ച് കഴിക്കുന്നവർക്ക് 2 പേർക്ക് ധാരാളം മതി. അത് മൊത്തം ഇട്ടോ, നല്ല ടേസ്റ്റി അവരുടെ അച്ചാറ്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള. സാലഡ് വരെ എടുത്തുകൊണ്ട് വരാം. നല്ല ചൂടാട്ടോ. എല്ലിടാനേ ഞാനൊരു വേസ്റ്റ് പ്ലേറ്റിൽ വെച്ചേക്കാം. നമ്മൾ ഇതുവരെ മേടിക്കാത്തൊരു ബിരിയാണിയാണിത്. ഫ്രം സൽക്കാര. ഇത് ലുലുവിലുണ്ട് ഇവരുടെ ബ്രാഞ്ച്. അവിടെ ചിക്കനാ ഉള്ളേന്ന് പറഞ്ഞു, ചിക്കനും ബീഫും. മട്ടൻ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അതില്ലാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഞാൻ പൊതുവെ ചിക്കന്റെ ഒരു ആരാധകനല്ല, എന്നാലും പക്ഷെ ഇത് നന്നായിട്ടുണ്ടോ. ഇതെന്നാ? അത് പിക്കിളാ, നല്ല പിക്കിളാട്ടോ അവരുടെ. കഴിച്ചു നോക്കിയോ? നന്നായിട്ട് ചൂടായി, നല്ല മണമൊക്കെ ഉണ്ടല്ലേ. അതാ ചൂടായതുകൊണ്ടാണ്. ചൂടായപ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള രുചി. എന്ത് പിക്കിളാവും? അത് നാരങ്ങയാന്ന് തോന്നുന്നു. ഇതിലൊക്കെ ഈത്തപ്പഴായിരിക്കും. ആ, ചിലപ്പോ ആയിരിക്കാം. ആണോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്തായാലും. ഓരോ സ്ഥലത്ത് ബിരിയാണിക്ക് ഓരോ രുചിയാ അല്ലേ. ഞാൻ ഇത് തരാം. പയ്യൻ എല്ലാം ഉണ്ടാവും. സാലഡും ഉണ്ടാക്കി. ഏറ്റവും നല്ലത് മറ്റെല്ലാത്തിനേക്കാളും, ചമ്മന്തിയേക്കാളും മറ്റെന്തിനേക്കാളും നല്ലത് ഈ സാധനമാണ്. കാരണം അതിനൊരു പുളിരസം ഉള്ളതുകൊണ്ട് ഈ ബിരിയാണിയുടെ നെയ്ക്കുത്ത് ഒന്ന് ഇതായി കിട്ടും. കിട്ടിയോ? ആ, അവിടെയാല്ലേ. ഓ, ഇത് ഒരുപാട് വലിയ പീസാട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. ഒരു പീസ് റേറ്റ് നല്ലത്. ഓ, ഇത് അമ്മയോട് പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പുറത്ത്
വേറെ പീസുണ്ട്. ഇത് അതിലും വലുതാ. ഓ അത്യാവശ്യം നല്ല വലിയ പീസാ അല്ലേ? ഇത്രയും ചിക്കൻ ഈ ലെഗ് വേണേ നീ എടുത്തോ. ആ എനിക്ക് മറ്റേതിലുണ്ട്. ആ അത് വേണേ നാളത്തേക്ക് എടുക്കാം. ഒരു പീസ് എടുത്തോട്ടെ, എനിക്കത് ഹെവിയാ. പക്ഷെ ചിക്കൻ്റെ ആ ടേസ്റ്റ് നല്ലതാണ്, വേറൊരു ടേസ്റ്റ് അതിന്. ചിക്കൻ നന്നായിട്ട് അങ്ങ് വെന്തിട്ടുണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. ചിക്കനിൽ എന്തോ ഒരു പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്. സാധാരണ ഇതിനും ഒരു വ്യത്യസ്തമായ രുചിയാണ്. കൊടുത്തേക്കാം. അപ്പൊ നമ്മള് കഴിക്കാൻ പോവാട്ടോ. ഇത് അമ്മയ്ക്കുള്ളത്, എനിക്കുള്ളത് ഇവിടെ ഇരിക്കണം. ഇത് നമുക്ക് കഴിക്കാട്ടോ. ആണോ? പിക്കളെടുത്തില്ല അല്ലേ അമ്മ? പാത്രം ചൂടായി കൊണ്ട് ഇങ്ങനെ വെച്ചേട്ടോ. ആ പാത്രം ഭയങ്കര ചൂടാ. നീ ചമ്മന്തി വേണ്ട എടുത്തോ. ആ ചമ്മന്തി വേണ്ട എനിക്ക്, ഞാൻ തന്നേക്കാം. ലെമൺ ഡേറ്റ്സാ. ആ അങ്ങനെയാണോ അമ്മ ഒഴിക്കണേ? അമ്മക്കെല്ലാം വ്യത്യസ്തത കേട്ടോ. അങ്ങനെയൊന്നും അല്ല വേണ്ടത്, ഇപ്പൊ അങ്ങനെയങ്ങ് ഒഴിച്ചു. കൈ മുഴുവൻ അടിഞ്ഞു. സാലഡ് കൊണ്ട് 2 മിനിറ്റ് ഞാൻ ചൂടാക്കി, നല്ല ആവി പറക്കണം ചൂടാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു ബിരിയാണി എന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അപ്പയുടെ അഭിപ്രായം തന്നെ ധാരാളം മതി എന്ന് നിങ്ങൾ പറയാറില്ലേ, അപ്പയുടെ അഭിപ്രായം കേൾക്കാൻ ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ കിടിലനായിരുന്നു. ചിക്കൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കുഞ്ഞതായിട്ട് മുറിച്ചാൽ മതി, ഇങ്ങനെ മുറിഞ്ഞു പോരും. അത്രയും രുചിയും സോഫ്റ്റും ആയിരുന്നു ചിക്കൻ. ഒട്ടും ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ആയത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അല്ലെങ്കിലും ബിരിയാണിക്ക് നമ്മൾ ഫ്രൈ ചെയ്യാത്ത ചിക്കൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ആ ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറിൽ തന്നെ ചിക്കൻ്റെ രുചി നല്ലോണം ഉണ്ടാവും, ഇങ്ങനെ ഒരുമിച്ചിട്ട് വേവിച്ചാന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം തന്നെയാണ്. പിന്നെ ഞാൻ ചമ്മന്തിയും പിന്നെ അതുപോലെ പിക്കിളും നല്ലതായിരുന്നു. ഡേറ്റ്സ് പിക്കിളായിരുന്നു കേട്ടോ, അത് ഡേറ്റ്സ് ലെമണാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരുമിച്ച് എടുത്ത് എല്ലാം കൂടി അങ്ങ് കഴിച്ചു. ഇപ്പോൾ കാണുമ്പോൾ സത്യത്തിൽ കൊതി വരിക കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ.